നമസ്കാരം. 2 ദിവസങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദമുണ്ടായപ്പോൾ പ്രതികരിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഓരോ തിരക്കുകൾ കാരണം പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ കേരള മുഖ്യമന്ത്രി മമ്മൂട്ടിയോട് ക്ഷമാപണം നടത്തിയെന്ന് പറഞ്ഞ ചില വാർത്തകൾ പുറത്തു വന്നപ്പോഴാണ് വീണ്ടും അതിനെക്കുറിച്ച് ഓർത്തത്. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. മലയാളത്തിലെ മഹാനടനായ മമ്മൂട്ടി വയനാട്ടെ ദുരിതബാധിതർക്കായി സർക്കാർ നിർമ്മിച്ചു കൊടുത്ത ആ ഭവന പദ്ധതി കാണുവാനാണ് കഴിഞ്ഞ ദിവസം അവിടെ എത്തിയത്. അപ്പോഴാണ് ഈ വിവാദമായ സംഭവം ഉണ്ടായത്. ആ സംഭവം എല്ലാവർക്കും അറിയാം. അതായത് മമ്മൂട്ടിയോടൊപ്പം ആ ഭവന സമുച്ചയം സന്ദർശിക്കാൻ ഒപ്പമെത്തിയ വയനാട് CPM ജില്ലാ സെക്രട്ടറി റഫീഖ്, അദ്ദേഹത്തോട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി, നിങ്ങൾ എന്തിനാണ് എപ്പോഴും എൻ്റെ കൂടെ നടക്കുന്നത്? അത് നിങ്ങൾ എൻ്റെ കൂടെ നടന്നാൽ അത് എൻ്റെ സന്ദർശനം രാഷ്ട്രീയപരമായി ചിത്രീകരിക്കപ്പെടും എന്ന് പറഞ്ഞതാണ് വിവാദത്തിനെല്ലാം തുടക്കമായത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ മുഖത്തുണ്ടായ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ആ വിഷയത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട, നമുക്കെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മൂട്ടിക്ക് തെറ്റ് സംഭവിച്ചു എന്ന് തന്നെയാണ്. ഇത് ഞാൻ CPM ജില്ലാ സെക്രട്ടറിയായ റഫീഖിനെ നന്നാക്കാനോ ഒന്നുമല്ല പറയുന്നത്. ഞാൻ ആ സംഭവത്തിൻ്റെ നിജസ്ഥിതി എന്ന രീതിയിൽ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ് ഈ പറയുന്നത്. അത് റഫീഖിൻ്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇത് തന്നെയാണ് ഞാൻ പറയുള്ളൂ. അതായത് മമ്മൂട്ടി അവിടെ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എൻ്റെ കൂടെ നടക്കുന്നത്? നിങ്ങൾ എൻ്റെ കൂടെ നടന്നാൽ ഇത് രാഷ്ട്രീയപരമായി ചിത്രീകരിക്കപ്പെടും എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. നമുക്കറിയാം, ആ സ്ഥാനത്ത് നമ്മളായിരുന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? മമ്മൂട്ടി എന്ന് വേണ്ട, ഒരു സമൂഹത്തിലെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തി ക്യാമറകളുടെയും മറ്റാളുകളുടെയും മുന്നിൽ വെച്ച് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ കൂടെ നടക്കേണ്ട, അത് എനിക്കിഷ്ടമല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? ആ അവസ്ഥ തന്നെയാണ് വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖിനും അന്നുണ്ടായത്. മമ്മൂട്ടിക്ക് വേണമെങ്കിൽ അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ആളുകളോട് പറഞ്ഞ് എൻ്റെ സന്ദർശനത്തിനിടയിൽ രാഷ്ട്രീയ പാർട്ടിക്കാരും വേണ്ട എന്ന് മുൻകൂട്ടി പറഞ്ഞ് റെഡിയാക്കാമായിരുന്നു. അദ്ദേഹം അങ്ങനെ പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും ചെല്ലുമോ? ഇനിയും അതുമല്ല, അവിടെ ചെന്നപ്പോൾ യാദൃശ്യമായി റഫീഖിനെ കണ്ടിരുന്നെങ്കിൽ തന്നെ സ്വകാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കാറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് റഫീഖിനോട് പറയാമായിരുന്നു, എൻ്റെ സന്ദർശനം ഒരു രാഷ്ട്രീയപരമായിട്ട് ചിത്രീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ മാത്രമല്ല നിങ്ങളോടൊപ്പമുള്ള മറ്റുള്ള ആളുകളും ഒരു പാർട്ടിക്കാരെ എൻ്റെ കൂടെ വരണ്ട എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്നൊന്ന് നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ഹർട്ടാവില്ല. അതിനു പകരം തൻ്റെ കൂടെ ഈ സ്ഥലത്തേക്ക് കൂടെ വന്ന റഫീഖിനോട് ക്യാമറകളുടെ എല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതും നമുക്ക് അനുഭവപ്പെടുന്നത് അത്യാവശ്യം പരുഷമായിട്ട് തന്നെയാണ് മമ്മൂട്ടി അത് പറഞ്ഞത് എന്ന് തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെ പറഞ്ഞത് എന്തൊക്കെ തന്നെയായാലും മമ്മൂട്ടിയുടെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ച തന്നെയാണ്. ഇനി വേണമെങ്കിൽ ന്യായീകരിക്കുന്നവർക്ക് പറയാം, മമ്മൂട്ടി ഒരിക്കലും ക്യാമറ കാണാതെയാണ് പറഞ്ഞതെന്നെല്ലാം പറയാം. പക്ഷെ മമ്മൂട്ടി ചിന്തിക്കേണ്ടത്, മമ്മൂട്ടിയെ പോലുള്ള ഒരാൾ ഒരു സമൂഹത്തിൻ്റെ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ എങ്ങനെ പോയാലും അവിടെ നൂറുകണക്കിന് മൊബൈൽ ക്യാമറകൾ ഉണ്ടാവും. അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് ഒപ്പിയെടുക്കും. അത്തരം ഒരു സാഹചര്യത്തിൽ തികച്ചും സ്വകാര്യമായ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ വെച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റൂമിൽ വെച്ചോ മാത്രമേ അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ പാടുകയുള്ളൂ. ഇനി അതല്ല പൊതുവേദിയിൽ വെച്ച് ക്യാമറകൾ മുന്നിൽ വെച്ച് പറയുമ്പോൾ അത് നല്ല സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പറയാമായിരുന്നു. ഇനി അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാം. ഇത് പറയുമ്പോൾ തന്നെ പലരും കമൻറ്റ് ഇടുന്നത് കണ്ടു. വയനാട് അന്ന് ടൗൺഷിപ്പ് സമുച്ചയം സമർപ്പിക്കുന്ന സമയത്ത് സിദ്ദീഖ് എന്ന് പറയുന്ന അവിടുത്തെ MLA കൂകി വിളിച്ച സംഭവമായിട്ട് ഇതിനെ കണ്ടു. അപ്പോൾ ആ കൂകി വിളിപ്പിക്കാൻ ഏർപ്പാടാക്കിയത് അവിടുത്തെ CPM നേതൃത്വം, അതായത് ഈ വയനാട് ജില്ലാ സെക്രട്ടറിയുടെ എല്ലാം നേതൃത്വത്തിലാണ്. അപ്പോൾ അതിന് കിട്ടിയ ഒരു ശിക്ഷയാണ് ഇവിടെ ഉണ്ടായത് എന്നെല്ലാം പറയുന്നത് കേട്ടു. തീർച്ചയായിട്ടും സിദ്ദീഖിൻ്റെ ആ ഒരു സംഭവം നമ്മളെല്ലാം കണ്ടതാണ്. ആ വിഷയത്തിലും സിദ്ദീഖിനെ പോലൊരു MLA ആ വേദിയിൽ വെച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ സദസ്സിൽ നിന്നും അത്തരത്തിൽ ആളുകൾ കൂവിയിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും കൂവിയിട്ടുണ്ട്, നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും തെറ്റാണ്. കാരണം അത് സർക്കാരിൻ്റെ ഒരു പരിപാടിയാണ്. സർക്കാർ എന്ന് പറയുമ്പോൾ ഈ MLAയും അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത്തരത്തിൽ ആ സർക്കാരിൻ്റെ പരിപാടിയിൽ MLA സംസാരിക്കുമ്പോൾ സദസ്സിൽ നിന്ന് കൂവലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരർത്ഥത്തിൽ അവിടെ കൂടിയ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളോട് കൂവുന്നത് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ സംഘാടകർക്ക് അത്തരത്തിലുള്ള ഒരു കൂവൽ ഉണ്ടാകാതിരിക്കാൻ, ഇനി അഥവാ ഉണ്ടായാൽ തന്നെ അത് അപ്പോൾ തന്നെ അതിൽ ഇടപെടാൻ, ഈ സിദ്ദീഖ് സംസാരിക്കുന്ന സമയത്ത് അത്തരത്തിൽ കൂവൽ ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആ റവന്യൂ മന്ത്രിയോ എഴുന്നേറ്റ് നിന്ന് ആ മൈക്കിൻ്റെ അടുത്ത് വന്ന് ഒരിക്കലും ഇത് ചെയ്യരുത്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ മഹത്വം കൂടി ഒന്നുകൂടി ഉയർന്നിരുന്നു.
പക്ഷേ അതിന് പകരം ചില ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ അതിന് ശ്രമിച്ചു എന്നെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് കൂവരുതെന്ന് പറയാൻ ശ്രമിച്ചു എന്ന് കേൾക്കുന്നുണ്ട്, നല്ലത്. പക്ഷേ വേദിയിലുണ്ടായിരുന്ന ആരും അതിന് ശ്രമിച്ചതായിട്ട് നമ്മൾ കണ്ടില്ല. അപ്പോൾ അവിടെ സിദ്ദീഖിനുണ്ടായ അപമാനഭാരവും വളരെ വലുത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വയനാട് ജില്ലാ സെക്രട്ടറിയെ അപമാനിക്കണം, അങ്ങനെ അത് രണ്ടും ഒരേപോലെയാണ് എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. എവിടെയായാലും അത്തരത്തിലുള്ളൊരു കാര്യം ഉണ്ടാവരുത് എന്ന് തന്നെയാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ആ അർത്ഥത്തിൽ മമ്മൂട്ടിക്ക് അവിടെ തെറ്റ് പറ്റി എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ അടുത്ത ദിവസം മമ്മൂട്ടി റഫീഖിനെ വിളിച്ച് എന്താ പറയുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു എന്നെല്ലാം നമ്മൾ കേൾക്കുന്നു. നമുക്കറിയില്ല, അത് റഫീഖിനും മമ്മൂട്ടിക്കും മാത്രമേ അറിയുള്ളൂ. പക്ഷെ അവിടെയും മമ്മൂട്ടി ചെയ്യേണ്ടിയിരുന്നത്, മമ്മൂട്ടിക്കുണ്ടായ തെറ്റ് ക്യാമറകളുടെ മുന്നിൽ വെച്ചാണ് സംഭവിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ മമ്മൂട്ടി റഫീഖിനോട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതും, അല്ലെങ്കിൽ അതിലുണ്ടായ ഒരു ബുദ്ധിമുട്ടിൽ ഉണ്ടായ ഒരു ക്ഷമ പോലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ടതും ക്യാമറകളുടെ മുമ്പിലായിരുന്നു. ക്ഷമ പറയണമെന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ അത്തരത്തിലല്ല ഉദ്ദേശിച്ചത്, റഫീഖിനോട് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. അപ്പോൾ റഫീഖിനുണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ടിൽ, അതുപോലെ മറ്റുള്ളവർക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ടിൽ എനിക്ക് ഖേദമുണ്ട് എന്നെങ്കിലും ക്യാമറകളുടെ മുന്നിൽ മമ്മൂട്ടി പറയണമായിരുന്നു. അതിന് പകരം മമ്മൂട്ടി റഫീഖിനെ വിളിച്ചു എന്ന് പറയുന്നത്, റഫീഖിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം, നമ്മൾ അതിലൊന്നും പറയുന്നില്ല. പക്ഷേ ചെയ്യേണ്ടിയിരുന്നത് എങ്ങനെയാണ്? എന്തായാലും ഈ വിഷയത്തിൽ മമ്മൂട്ടിക്ക് തികച്ചും തെറ്റുപറ്റി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇത് ഞാനിപ്പോൾ പറയുമ്പോൾ മമ്മൂട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു നടനാണ്. മമ്മൂട്ടി, മോഹൻലാൽ എന്നുള്ളത് നമ്മളെല്ലാം ചെറുപ്രായത്തിൽ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് ഏറ്റവും ഇഷ്ടമുണ്ടെങ്കിലും ആരാധനയുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളത് പറയുക തന്നെ വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സെലിബ്രിറ്റീസിനോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളോടൊപ്പം എപ്പോഴും വരുന്നത്. അത്തരത്തിൽ ആളുകൾ വരുമ്പോൾ അവരോട് സ്നേഹത്തോടെ പെരുമാറുക, അവരെ ആട്ടിയകറ്റുന്ന രീതിയിൽ പെരുമാറാതിരിക്കുക. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ആയിരക്കണക്കിന് സെലിബ്രിറ്റീസിൽ ഒരാൾ മാത്രമായിരിക്കും ഈ പറയുന്ന വ്യക്തി. പക്ഷേ അവർക്ക് നിങ്ങൾ ഒരാൾ മാത്രമേ ഉള്ളൂ അവരുടെ ആരാധനാപാത്രമായിട്ട്. ആ ചിന്തയോടുകൂടി അവർ നിങ്ങളോടൊപ്പം ഫോട്ടോ എടുക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വരുമ്പോഴോ നിങ്ങൾ പരമാവധി, നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ കൂടി അവരോട് ഒപ്പം നിൽക്കാൻ ശ്രമിക്കുക. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു അതൃപ്തി അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തണം എന്നുണ്ടെങ്കിൽ അത് സ്നേഹത്തോടെ പറഞ്ഞ് അവരെ സമൂഹത്തിന് മുന്നിൽ പരിഹാസ കഥാപാത്രമാക്കാതെ മാറ്റി നിർത്താൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഇത് ഞാനിപ്പോൾ മമ്മൂട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനാണ് സുരേഷ് ഗോപിയും. അദ്ദേഹവും ചിലപ്പോൾ ചെയ്യുന്നത് കാണാം. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഏതൊരു വേദിയിൽ ഞാൻ കണ്ടു, ഒരു വൃദ്ധയായ സ്ത്രീ എന്തോ ഒരു നിവേദനവുമായി വന്നപ്പോൾ അത് നിങ്ങൾ സംസ്ഥാനത്തിനോട് പറയൂ അല്ലെങ്കിൽ മന്ത്രിയോട് പറയൂ എന്നെല്ലാം പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്തുന്നത് പോലെ കണ്ടു, അല്ലെങ്കിൽ അത് അവരാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന പോലെ കണ്ടു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ വൃദ്ധയാസ്ത്രീ അത് എന്ത് നിവേദനമാണെന്ന് എനിക്കറിയില്ല, അത് കേന്ദ്ര സർക്കാരിനോട് പറയേണ്ടതാണോ സംസ്ഥാന സർക്കാരിനോട് പറയേണ്ടതാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ അവർ അവിടെ വരുന്നത് കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ സുരേഷ് ഗോപി എന്ന ആ മന്ത്രിയോട് തൻ്റെ ആ ബുദ്ധിമുട്ട് അറിയിക്കാനാണ്. അങ്ങനെ വരുമ്പോൾ അത് അവരെ ചേർത്ത് നിർത്തി പരാതി വായിച്ചുകൊണ്ട് ഇനി തനിക്ക് പരിഹരിക്കാൻ പറ്റാത്തതാണെങ്കിൽ അതിനുള്ള വഴി അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്ക് അതിനു വേണ്ട മാർഗനിർദ്ദേശം കൊടുക്കുകയായിരുന്നു സുരേഷ് ഗോപി ചെയ്യേണ്ടത് എന്നുള്ളൊരു അഭിപ്രായം ഞാൻ ഈ അവസരത്തിൽ അതിനോട് കൂട്ടിയോജിച്ച് ഞാൻ പറയുകയാണ്. എന്തായാലും പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മമ്മൂട്ടിയോട് മാപ്പ് ചോദിച്ചു എന്നുള്ളൊരു കാര്യം കൂടി നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. എന്തായാലും അതിലും എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്, മുഖ്യമന്ത്രി മാപ്പ് പറയേണ്ടത് അല്ലെങ്കിൽ മാപ്പ് ചോദിക്കേണ്ടത് മമ്മൂട്ടിയോട് മാത്രമല്ല, മമ്മൂട്ടിയോട് മാപ്പ് ചോദിക്കേണ്ടത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിക്ക് മമ്മൂട്ടിയോടുള്ള ഇഷ്ടം കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന നടനോടുള്ള സ്നേഹവും ആരാധനയും ഉള്ളത് കൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി ക്ഷമ ചോദിച്ചിട്ടുണ്ടാവുക. പക്ഷേ അവിടെ അന്നത്തെ സംഭവത്തിൽ റഫീഖിനുണ്ടായ മാനസിക ബുദ്ധിമുട്ടിന് ആരാണ് ക്ഷമ ചോദിക്കുക? അതാരും ചോദിക്കുന്ന കണ്ടില്ല. അപ്പോൾ അത്തരത്തിൽ മുഖ്യമന്ത്രി ഇവിടെ മമ്മൂട്ടിയോട് ക്ഷമ ചോദിച്ചതിനോട് എനിക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാനിവിടെ രേഖപ്പെടുത്തുന്നത്. മുഖ്യമന്ത്രി ചിലപ്പോൾ ചിന്തിക്കുന്നത്, ഇത്രയും വലിയൊരു നടനെ ഈ സൈബർ അറ്റാക്കിലൂടെ ശിക്ഷിക്കപ്പെടുന്നത് കാണുമ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുക എന്നുള്ളതായിരിക്കാം. പക്ഷേ തെറ്റാരെ ഭാഗത്തുനിന്ന് പറ്റിയാലും അവരാണ് ക്ഷമ പറയേണ്ടത്. അപ്പോൾ മമ്മൂട്ടി റഫീഖിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അദ്ദേഹം ചെയ്യേണ്ടത്, ക്യാമറകളുടെ മുന്നിൽ തനിക്ക് അന്നത്തെ സാഹചര്യത്തിൽ തനിക്കൊരു റഫീഖിനോട് ഞാൻ ചെയ്തത് ഒരു ബുദ്ധിമുട്ടായതിൽ ഞാൻ ഖേദിക്കുന്നു എന്നെങ്കിലും അദ്ദേഹം പറയേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. ഇത് തികച്ചും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. ഈ വിഷയം വന്നപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചിരുന്നതാണ്. പക്ഷേ ഓരോ തിരക്ക് കാരണം അത് മാറ്റിവെച്ചു, അല്ലെങ്കിൽ അത് വിട്ടുപോയി. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഇതിനോട് മാപ്പ് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ക്ഷമ ചോദിക്കുന്നു മമ്മൂട്ടിയോട് എന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ വന്നപ്പോൾ ഒരു കാര്യം കണ്ടപ്പോഴാണ് ഇത് ഓർമ്മ വന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് പറഞ്ഞതാണ്. ഇതെൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായമാണ്.
ഇതിനോട് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.